എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആശകളായിരം സിനിമകൾ OTT റിലീസിന് ഒരുങ്ങുകയാണ്. അതുപോലെ ജനനായകൻ റിലീസ് തീയതി വന്നു. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അനുരാഗ് സിംഗ് സംവിധാനം ചെയ്ത് സണ്ണി ഡിയോൾ, വരുൺ ധവാൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് യുദ്ധചിത്രമാണല്ലോ ബോർഡർ 2. കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഇപ്പോൾ OTT റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ചിത്രം ഈ ആഴ്ച, അതായത് മാർച്ച് 20 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാളം ഉൾപ്പെടെ പാൻ-ഇന്ത്യൻ ഭാഷകളിലും ചിത്രത്തിന്റെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ നായകനെത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ പാൻ-ഇന്ത്യൻ ചിത്രമാണല്ലോ ഐ എം ഗെയിം. പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ചെന്നൈ ഷെഡ്യൂൾ ഇപ്പോൾ വിജയകരമായി പൂർത്തിയായിരിക്കുകയാണ്. ഇനി സിനിമയുടെ അവസാനഘട്ട ഷൂട്ടിങ്ങിനായി അണിയറ പ്രവർത്തകർ ഹൈദരാബാദിലേക്ക് തിരിക്കുകയാണ്. 2026 ഓഗസ്റ്റ് 20 ഒരു ബ്രഹ്മാണ്ഡ ഓണം റിലീസായി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. RDX എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം നഹാസ് ഹിദായത്ത് ഒരുക്കുന്ന ചിത്രമെന്ന നിലയിൽ വലിയ പ്രതീക്ഷയാണ് സിനിമാ പ്രേമികൾക്കിടയിൽ ഐ എം ഗെയിം നൽകുന്നത്. വെങ്കി അറ്റ്ലൂരി ബാലാജി സംവിധാനം ചെയ്ത് സൂര്യ, മമിത ബൈജു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണല്ലോ വിശ്വനാഥൻ സൺസ്. സ്വപ്നങ്ങളുടെയും വികാരങ്ങളുടെയും അപ്രതീക്ഷിത പ്രണയത്തിന്റെയും കഥ പറയുന്ന ഈ ചിത്രത്തിന്റെ ടീസർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. സഞ്ജയ് വിശ്വനാഥ് എന്ന കഥാപാത്രമായി സൂര്യ എത്തുന്ന ഈ ചിത്രം പ്രേക്ഷകർക്കൊരു മികച്ച സിനിമാ അനുഭവം സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്. നിലവിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ടീസർ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഐക്കൺ സ്റ്റാർ അല്ലു അർജുനും ബ്ലോക്ക് ബസ്റ്റർ സംവിധായകൻ അറ്റ്ലിയും ആദ്യമായി ഒന്നിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് AA22. ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ ഇപ്പോൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പാൻ വേൾഡ് ടൈറ്റിലാണ് അണിയറ പ്രവർത്തകർ നിശ്ചയിച്ചിരിക്കുന്നത്. ഏപ്രിൽ 8 അല്ലു അർജുന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവിടുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ആക്ഷൻ എന്റർടൈനറുകളിൽ ഒന്നായിരിക്കും ഈ പ്രൊജക്ട്. അറ്റ്ലിയുടെ മാസ് മേക്കിങ്ങും അല്ലു അർജുന്റെ സ്ക്രീൻ പ്രസൻസും ഒന്നിക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം പിറക്കുമെന്ന് ഉറപ്പാണ്. സെന്ന ഹെഡ്ഗെ സംവിധാനം ചെയ്ത് ഷറഫുദ്ദീൻ കേന്ദ്ര കഥാപാത്രമായെത്തിയ ഏറ്റവും പുതിയ ചിത്രമാണല്ലോ 1744 വൈറ്റ് ഓൾട്ടോ. സെന്ന ഹെഡ്ഗെയുടെ മുൻ ചിത്രങ്ങളെ പോലെ തന്നെ വ്യത്യസ്തമായ മേക്കിങ്ങും ആഖ്യാന ശൈലിയും കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഈ ചിത്രം ഒരു ക്രൈം കോമഡി ഡ്രാമയാണ്. സിനിമയുടെ OTT റിലീസിനായി കാത്തിരിക്കുന്നവർക്ക് ഇപ്പോൾ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. സിനിമ ഉടൻ എത്തുമെന്ന സൂചന നൽകിക്കൊണ്ട് കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമ മാക്സ് പുറത്തുവിട്ട് കഴിഞ്ഞു. മാർച്ച് 20 അല്ലെങ്കിൽ മാർച്ച് 27 ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. RJ ബാലാജി സംവിധാനം ചെയ്ത് സൂര്യ നായകനായെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ കറുപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ വമ്പൻ ചിത്രത്തിന്റെ റിലീസ് തീയതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന മെയ് 15 ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിനിമയുടെ ഓവർസീസ് ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് റിലീസ് സംബന്ധിച്ച വിവരങ്ങൾ ഇതിനോടകം തന്നെ കൈമാറിക്കഴിഞ്ഞു. ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. മാസ് എന്റർടൈനറായി ഒരുങ്ങുന്ന ഈ ചിത്രം സൂര്യയുടെ കരിയറിലെ തന്നെ മറ്റൊരു വ്യത്യസ്തമായ അനുഭവമാവുമെന്ന് ഉറപ്പാണ്. പ്രശാന്ത് നീലും ജൂനിയർ NTRും ആദ്യമായി ഒന്നിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ചിത്രം NTR 31നായുള്ള കാത്തിരിപ്പിലായിരുന്നു സിനിമാ ലോകം. സലാറിന്റെ വൻ വിജയത്തിനു ശേഷം നീൽ ഒരുക്കുന്ന ഈ ചിത്രത്തിന്റെ റിലീസ് തീയതി ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുകയാണ്. 2027 മാർച്ച് 5 ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത്. KGF, സലാർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പ്രശാന്ത് നീൽ ഒരുക്കുന്ന ഈ ബ്രഹ്മാണ്ഡ ചിത്രം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ആക്ഷൻ വിരുന്നുകളിൽ ഒന്നായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൻ മേക്കിങ്ങിലും ഹൈ വോൾട്ടേജ് ആക്ഷൻ സീക്വൻസിലും ഒരുങ്ങുന്ന ചിത്രം ഒരേ സമയം വിവിധ ഇന്ത്യൻ ഭാഷകളിൽ പുറത്തിറങ്ങും. ശിവകുമാർ മുരുകേശൻ സംവിധാനം ചെയ്ത് ശിവകാർത്തികേയൻ നായകനായെത്തുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണല്ലോ സിയോൺ. ചിത്രത്തെക്കുറിച്ചുള്ള ഓരോ പുതിയ വാർത്തകളും ആരാധകർക്കിടയിൽ വലിയ ആവേശമാണ് സൃഷ്ടിക്കുന്നത്. ഉലകനായകൻ കമൽഹാസൻ ഈ ചിത്രത്തിന്റെ ഭാഗമാവുന്നു എന്ന വാർത്ത നേരത്തെ തന്നെ തരംഗമായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കമൽഹാസനെ കൂടാതെ മറ്റൊരു ബിഗ് സൂപ്പർ താരം കൂടി സിയോണിൽ അണിനിരക്കുന്നുണ്ട്. മൾട്ടി ഫാൻഡം ആരാധകർക്ക് ഒരുപോലെ ആഘോഷിക്കാൻ വകയുള്ള
ഒരു വലിയ ട്രീറ്റ് ആയിരിക്കും ഈ സിനിമ എന്നാണ് സൂചനകൾ. വമ്പൻ താരനിരയും ബ്രഹ്മാണ്ഡമായ മേക്കിംഗും കൊണ്ട് തെന്നിന്ത്യൻ സിനിമയിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറാൻ പോവുകയാണ് സെയോൺ. കബീർ ദുഹാൻ സിംഗ്, സുധീഷ്, റോണി ഡേവിഡ്, ദീപക് പറമ്പോൾ, അബു സലീം, ഗോവിന്ദ് പൈ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ഏറ്റവും പുതിയ മലയാളം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഒറിജിനൽ സീരീസ് ആണ് സ്ക്രീൻ ടൈം. ആകാംക്ഷയും നിഗൂഢതയും നിറഞ്ഞ ഈ സീരീസ് ഒരു മികച്ച ത്രില്ലർ അനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഈ ആഴ്ച മാർച്ച് 20 C5 വഴി OTT റിലീസ് ചെയ്യുകയാണ്. മലയാളത്തിന് പുറമെ മറ്റു ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ചിത്രം സ്ട്രീമിങ്ങിന് ലഭ്യമാകും. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് ജയസൂര്യയും സംഘവും തകർത്താടിയ ആട് ഫ്രാഞ്ചൈസിയിലെ 3ാം ഭാഗമായ ആട് 3 ഇപ്പോൾ സെൻസറിംഗ് പൂർത്തിയാക്കി തിയേറ്ററുകളിലേക്ക് എത്താൻ തയ്യാറെടുക്കുകയാണ്. ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന ഈ ചിത്രം 2 മണിക്കൂർ 47 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിരിക്കും. അതിനിടയിൽ സിനിമയുടെ സിനോപ്സിസ് പുറത്തു വന്നിട്ടുണ്ട്. ഷാജി പാപ്പനും പിള്ളേരും ഇത്തവണ ഒരു എപ്പിക് ഫാന്റസി പശ്ചാത്തലത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നത് ആരാധകർക്ക് വലിയ ആവേശം നൽകുന്നുണ്ട്. ഒരേ അഭിനേതാക്കൾ തന്നെ വ്യത്യസ്ത വേഷങ്ങളിലെത്തുന്ന ഭൂതകാലവും വർത്തമാനകാലവും കോർത്തിണക്കിയുള്ള 2 പാരലൽ ടൈം ലൈനുകളിലൂടെയാണ് കഥ വികസിക്കുന്നത്. കാലങ്ങൾക്കപ്പുറമുള്ള രഹസ്യങ്ങളും കരുത്തുറ്റ ശത്രുക്കളും പാപ്പനെയും സംഘത്തെയും വെല്ലുവിളിക്കുമ്പോൾ ആവേശവും ചിരിയും നിറഞ്ഞ ഒരു ദൃശ്യവിരുന്നാണ് ചിത്രം വാഗ്ദാനം ചെയ്യുന്നത്. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനായെത്തുന്ന ഏറ്റവും പുതിയ മാസ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണല്ലോ ഖലീഫ. ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സ് ചിത്രീകരണം ഇപ്പോൾ തകൃതിയായി നടക്കുകയാണ്. വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഈ ചിത്രം ഈ വർഷം അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിലിയൻ മർഫി പ്രധാന വേഷത്തിലെത്തുന്ന ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന പീക്കി ബ്ലൈൻഡേഴ്സ് പരമ്പരയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണല്ലോ പീക്കി ബ്ലൈൻഡേഴ്സ് ദ ഇമ്മോർട്ടൽ മാൻ. ടോമി ഷെൽബി എന്ന ഐക്കോണിക് കഥാപാത്രത്തിന്റെ പുതിയ പോരാട്ടങ്ങളും തന്ത്രങ്ങളും ദൃശ്യാവിഷ്കരിക്കുന്ന ഈ ചിത്രം മികച്ചൊരു സിനിമാറ്റിക് അനുഭവം തന്നെയാകും സമ്മാനിക്കുക. അങ്ങനെ സിനിമാ പ്രേമികളുടെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം മാർച്ച് 20 മുതൽ നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. H. വിനോദിന്റെ സംവിധാനത്തിൽ ദളപതി വിജയ് നായകനെത്തുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണല്ലോ ജനനായകൻ. ആരാധകർ വലിയ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സെൻസർ ബോർഡ് അംഗത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മുൻപ് മാറ്റിവെച്ച ചിത്രത്തിന്റെ റീസെൻസറിംഗ് നാളെ മുംബൈ CBFC ഓഫീസിൽ വെച്ച് നടക്കുകയാണ്. സെൻസറിംഗ് പൂർത്തിയാകുന്നതോടെ സിനിമയുടെ ഔദ്യോഗിക റിലീസ് തീയതി ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ അണിയറ പ്രവർത്തകർ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജീത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ മീന നായികയെത്തുന്ന ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ 3ാം ഭാഗത്തിനായി ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ വലിയ ആവേശത്തിലാണ്. റിലീസിന് വെറും 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ കാര്യമായി തുടങ്ങാത്തത് ആരാധകർക്കിടയിൽ ചെറിയ ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും ദൃശ്യം എന്ന പേര് മാത്രം മതി തിയേറ്ററുകളിൽ വലിയ ഓളം സൃഷ്ടിക്കാൻ. ചിത്രത്തിന്റെ ടീസർ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ജോർജ് കുട്ടിയും കുടുംബവും ഇത്തവണ എന്ത് അത്ഭുതമാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയാൻ സിനിമാ ലോകം കാത്തിരിക്കുന്നു. ചിത്രത്തിന്റെ ആദ്യ ടീസർ ഈ ആഴ്ച മാർച്ച് 18 പുറത്തുവരും. ജി പ്രജിത്ത് സംവിധാനം ചെയ്ത് ജയറാം, കാളിദാസ് ജയറാം എന്നിവർ ആദ്യമായി ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ സിനിമയാണല്ലോ ആശകളായിരം. അച്ഛനും മകനും പ്രധാന വേഷങ്ങൾ എത്തുന്ന ഈ ചിത്രം പ്രഖ്യാപന സമയം മുതൽക്കേ പ്രേക്ഷകർക്കിടയിൽ വലിയ താല്പര്യം ജനിപ്പിച്ചിരുന്നു. തിയേറ്റർ റിലീസിന് പിന്നാലെ ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ ഇപ്പോൾ പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ C5 സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം മാർച്ച് അവസാന വാരത്തോടെ, അതായത് മാർച്ച് 26 റിലീസ് ചെയ്യുമെന്നാണ് നിലവിലെ സൂചനകൾ. മലയാളത്തിന് പുറമെ മറ്റ് ഭാഷകളിലും ചിത്രം സ്ട്രീമിംഗിനെത്താൻ സാധ്യതയുണ്ട്. നിഷാദ് കോയ രചനയും സംവിധാനവും നിർവഹിച്ച് ഷെയ്ൻ നിഗം കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണല്ലോ ഹാൽ. ഒരു മ്യൂസിക്കൽ റൊമാൻറ്റിക് ഡ്രാമയായി ഒരുങ്ങിയ ഈ ചിത്രം ഷെയ്ൻ നിഗത്തിന്റെ കരിയറിലെ വ്യത്യസ്തമായൊരു പ്രകടനം കൊണ്ടും മനോഹരമായ ഗാനങ്ങൾ കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അങ്ങനെ പ്രേക്ഷകരുടെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രത്തിന്റെ OTT റിലീസ് തീയതി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ മനോരമ മാക്സ് ആണ് സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. 2026 മാർച്ച് 20 മുതൽ ചിത്രം മനോരമ മാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്.